ഇത് ഗബ്ബറിന്റെയും മിക്കിയുടെയും കഥയാണ്. രണ്ടുപേരും നർമ്മദാ നദീതീരത്ത് വലിയൊരു കാട്ടിലാണ് ജീവിച്ചിരുന്നത്. രണ്ടുപേരും തമ്മിൽ വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് കാട്ടിൽ മുഴുവനും അറിയാം. ശരി, അപ്പോ അവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇവനാണ് ഗബ്ബർ, ഈ കാട്ടിലെ ഏറ്റവും ക്രൂരനായ സിംഹം. പിന്നെ ഇതാണ് ഗബ്ബറിന്റെ ഉറ്റ സുഹൃത്തായ മിക്കി. ഇവര് രണ്ടുപേരും എങ്ങനെ സുഹൃത്തുക്കളായ എന്നത് രസമുള്ള കഥയാണ്. വരൂ, ഇനി ഞാൻ നിങ്ങൾക്ക് ഗബ്ബറിന്റെയും മിക്കിയുടെയും കഥ പറഞ്ഞു തരാം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണിത് സംഭവിച്ചത്. വേട്ടയാടുന്ന കുറെ ആളുകൾ വേട്ടയാടാനായി കാട്ടിലേക്ക് വന്നു. ഇന്നെന്തായാലും വെറും കൈയോടെ നമ്മൾ തിരികെ പോകാൻ പാടില്ല. അതേടാ, നീ പറയുന്നത് ശരിയാ. വലിയ വേട്ട എന്നാൽ പണവും അതുപോലെ കിട്ടുമല്ലോ. ശരി ശരി, സംസാരം നിർത്തിയിട്ട് ജോലി തുടങ്ങിക്കോളൂ. ശരി മുതലാളി. വേട്ടക്കാർ 3 പേരും പല കെണികൾ വെച്ച ശേഷം അവിടെ നിന്നും മാറി നിന്നു. വീണ്ടും അവർ മറ്റൊരിടത്ത് കെണി വെക്കാനായി കാടിനുള്ളിലേക്ക് പോയി. ഇവിടെയുള്ള മൃഗങ്ങളെല്ലാം ഇന്ന് തീർച്ചയായും കുടുങ്ങിയിരിക്കും. കാരണം ഇന്ന് വേട്ടയാടാൻ വന്നിരിക്കുന്നത് പക്കിയ അണ്ണനാണ്. അണ്ണൻ പൊളിയാണ്. വലിയ മിടുക്കെന്നും പറയണ്ട, ജോലി ചെയ്യാൻ നോക്ക്. എന്തായാലും നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. ശരി, മറ്റൊരിടത്തും കൂടി കെണി വെക്കാം. ഗബ്ബർ തന്റെ അച്ഛനും അമ്മയോടൊപ്പം കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഇതാണ് ഗബ്ബർ. പിന്നെ അവരുടെ അച്ഛനും അമ്മയും ആരാണെന്നോ? ഷേറയും മിനിയും. ഗബ്ബർ ഇപ്പോൾ ചെറിയൊരു കുട്ടിയാണ്. അതുകൊണ്ട് അവൻ അച്ഛനും അമ്മയോടൊപ്പമാണ് ജീവിക്കുന്നത്. വേഗത്തിൽ ഓടി വന്നതുകൊണ്ട് ഗബ്ബർ താഴെ വീണു. നോക്കി നടക്ക്, സൂക്ഷിച്ചു തന്നെ നടക്കണം. ബുദ്ധിശാലിയാണ് സിംഹമെങ്കിലും വളരെ കരുതൽ വേണം നിനക്ക്. ശരി അച്ഛാ. നമ്മുടെ കാടിനെ ചുറ്റി 4 വശത്തു നിന്നും എപ്പോഴും വേട്ടക്കാർ വന്നുകൊണ്ടിരിക്കും. ഓരോ കാൽവെപ്പിലും ഇവിടെ അപകടം പതിയിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. മുന്നോട്ട് ചെന്നപ്പോൾ ഗബ്ബറും അവന്റെ അച്ഛനും അമ്മയും വേട്ടക്കാർ വെച്ചിരുന്ന കെണിയിൽ പെട്ടുപോയി. അങ്ങനെ 3 പേരും ഓരോരോ കെണിയിലായി പെട്ടുപോയി. അതെ, എന്നെ തുറന്നു വിടൂ വേട്ടക്കാരെ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുന്നതാണ്. രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ, ഞങ്ങളെ ആരെങ്കിലും ഇവിടുന്ന് രക്ഷിക്കൂ. നോക്കൂ ഗബ്ബർ, ധൈര്യമായിരിക്കൂ. ഞാൻ അല്പസമയത്തിനുള്ളിൽ നിന്നെ പുറത്തെടുക്കും. അപ്പോഴാണ് മിക്കി മാളത്തിൽ നിന്ന് പുറത്തു വന്നത്. ഇവനാണ് മിക്കി. ഗബ്ബറിന്റെയും കുടുംബത്തിന്റെയും കരച്ചിൽ കേട്ട് അവരെ സഹായിക്കണമെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. എന്നാൽ അവന് ചെറിയൊരു പേടിയുണ്ട്. പാവം, വലയിൽ കുടുങ്ങിപ്പോയി. ഇവരെ രക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ ഞാനത് എങ്ങനെ ചെയ്യും? വേഗം എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. മിക്കി ഗബ്ബർ കുടുങ്ങിയിരുന്ന വലയ്ക്കുള്ളിൽ പതിയെ കയറി. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? സഹായിക്കാൻ, വേറെന്താ? എന്താ നിങ്ങൾക്ക് സഹായം വേണ്ടേ? ഈ സർക്കസുകാരുടെ വലയിൽ വീണിട്ട് അവിടെ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ ഇഷ്ടമാണോ? വേണ്ട വേണ്ട, എനിക്ക് സർക്കസിലൊന്നും പോയി ജോലി ചെയ്യാൻ വയ്യ. എന്നെ ഒന്ന് രക്ഷിക്ക്, എനിക്കിവിടെ ജീവിച്ചാൽ മതി. ഗബ്ബറിന്റെയും അവന്റെ കുടുംബത്തിന്റെയും കരച്ചിൽ കേട്ട് വേട്ടക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. അവർ വെച്ചിരുന്ന ആ കെണികളിൽ സിംഹങ്ങൾ കുടുങ്ങിയെന്ന്. നിങ്ങളത് കേട്ടോ? നമ്മുടെ വലയിൽ സിംഹം കുടുങ്ങിയെന്ന് തോന്നുന്നു. അതെ, ശരിയാ. ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 3 അല്ല 4 സിംഹങ്ങൾ വലയിൽ പെട്ടു എന്നാണ്. വേട്ടക്കാർ സിംഹങ്ങൾ കുടുങ്ങിയ വലയ്ക്കടുത്തേക്ക് വേഗം ചെന്നു. മറുവശത്ത് മിക്കി തന്റെ പല്ലുകൊണ്ട് ഗബ്ബർ കുടുങ്ങിയ വല കടിച്ചു മുറിക്കുകയായിരുന്നു. കുടുങ്ങിയ സിംഹങ്ങളെ കണ്ട അവർ, അടിപൊളി മുതലാളി, 1 അല്ല 2 അല്ല 3 എണ്ണമാ കിട്ടിയിരിക്കുന്നത്. അതേടാ, സിംഹത്തിന്റെ കുടുംബം മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ. ശരിയാണ് പറഞ്ഞത്. അതെ, അങ്ങോട്ട് നോക്കിയേ, ആ എലി വലയെ കടിച്ചു മുറിക്കുകയാണ്. വേഗത്തിൽ പോയി അതിനെ പിടിക്ക്. ആ കുട്ടി രക്ഷപ്പെടാതെ നോക്കണം. വേഗത്തിൽ പോയി പിടിക്ക്. അങ്ങനെ വേട്ടക്കാരൻ എലിയെ ഭയപ്പെടുത്താൻ നോക്കി. എന്നാൽ അപ്പോഴേക്കും ഗബ്ബറിന്റെ വല കടിച്ചു മുറിച്ചിരുന്നു. ഗബ്ബറും മിക്കിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. രണ്ടുപേരും ഓടി ഒരു ഗുഹയ്ക്കുള്ളിൽ മറഞ്ഞിരുന്നു. അതേസമയം
വേട്ടക്കാരിവിടെ ഷേറയും മിനിയെയും മയക്കിയതിനു ശേഷം വണ്ടിയിലേക്ക് കയറ്റി ടൗണിലേക്ക് കൊണ്ടുപോയി. എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. നീ എന്റെ ജീവൻ രക്ഷിച്ചു. അതെ, നിന്നെ എങ്ങനെയോ രക്ഷപ്പെടുത്തി. പക്ഷെ നിന്റെ അച്ഛനും അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരാ. അതെ, എന്റെ അമ്മയും അച്ഛനും ഞാൻ എങ്ങനെ മറക്കും? എന്റെ അവസ്ഥ ഇനി എന്താകും? എനിക്ക് ഈ കാടിനുള്ളിൽ ആരെയും അറിയില്ല. ഞാൻ എവിടെ പോയി ജീവിക്കും? ആരുടെ കൂടെ ജീവിക്കും? ഒന്നും അറിയില്ല. ഇവിടെ നോക്കൂ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നു? ഞാനുണ്ടല്ലോ. ഈ കാട്ടിലെ എല്ലാ ഇടവും എനിക്കറിയാം. നിനക്ക് ജീവിക്കാൻ ഈ ഗുഹ നല്ലൊരു സ്ഥലമാണ് കൂട്ടുകാരാ. നമുക്ക് രണ്ടുപേർക്ക് ഇനി മുതൽ ഇവിടെ നിൽക്കാം. നീ ഇനി ഒറ്റയ്ക്കല്ല. അതെ അതെ, നീ ശരിക്കും ഒരു ബുദ്ധിശാലിയാണ്. എന്തായാലും നീ കണ്ടോ, ഈ വേട്ടക്കാരന്മാരെയൊന്നും ഞാൻ വെറുതെ വിടില്ല. അതെ അതെ, വിടരുത്. പക്ഷെ അതിനു മുന്നേ അവരെ പിടിക്കണം, എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. നിന്നെ ഇനി വെറുതെ വിടില്ല വേട്ടക്കാരാ. ഇങ്ങനെയാണ് ഗബ്ബറും മിക്കിയും സുഹൃത്തുക്കളായത്. അങ്ങനെയാണ് രണ്ടുപേരും ഒരിടത്ത് ജീവിക്കാൻ തുടങ്ങിയത്. കാലം കഴിഞ്ഞപ്പോൾ ഗബ്ബർ വലിയ സിംഹമായി. വളർന്നു വലുതായ ഗബ്ബറിനെ കാണുമ്പോൾ എല്ലാ ജീവികളും ഭയന്നു. എന്നാൽ മിക്കി ഈ സാഹചര്യം മുതലെടുക്കുകയായിരുന്നു. ഈ കാരണം കൊണ്ട് കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം മിക്കിയെ അസൂയയോടെയാണ് നോക്കിയിരുന്നത്. ഈ മിക്കിയെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ മായ. അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഗബ്ബർ കൂടെ ഉള്ളപ്പോൾ ഈ മിക്കിക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഒറ്റയ്ക്കെങ്ങാനും ഒന്ന് കയ്യിൽ കിട്ടിയാ അവന്റെ കഥ കഴിക്കാം. അതെ, ശരിയാണ്. ഗബ്ബറിന് ഇവനുമുള്ള സ്നേഹബന്ധം ഞാൻ മുറിക്കാം. ഇവരെ പിണക്കിയാലേ എനിക്ക് സമാധാനമാകൂ. നല്ല രസമായിരിക്കുമല്ലേ? ദുഷ്ടനായ കുറുക്കൻ മിക്കിയുടെയും ഗബ്ബറിന്റെ സൗഹൃദം തകർക്കാൻ നോക്കി. ഒരു ദിവസം ഗബ്ബർ മിക്കിയെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിക്കുകയായിരുന്നു. മിക്കി, ഇവിടെ വരൂ. വന്ന് ഈ ആഹാരം കഴിക്കേ. ദുഷ്ടനായ കുറുക്കൻ മിക്കിയെ പോലെ സംസാരിച്ചു. എനിക്ക് ഭക്ഷണം വേണ്ട, നീ തന്നെ കഴിച്ചോളൂ. ഇത് കേട്ടതും ഗബ്ബറിന് ആശ്ചര്യം തോന്നി. അവനൊന്നും മനസ്സിലായില്ല. മിക്കി ഇതിനു മുമ്പ് ഒരിക്കലും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. എന്തുപറ്റി? അവൻ എന്നോട് വല്ല ദേഷ്യവുമുണ്ടോ? അടുത്ത ദിവസം മിക്കിക്ക് കഴിക്കാനായി ഒരു പാക്കറ്റ് ലഭിച്ചു. അടിപൊളി, ഇന്നത്തെ ഭക്ഷണം നല്ലതാണല്ലോ. വയറ് നിറയെ കഴിക്കാം. ഗബ്ബറിനെ കൂടെ കൊണ്ടുവരാം. ഗബ്ബർ, ഗബ്ബർ ഇവിടെ വാ. വന്നിട്ട് കഴിച്ചു നോക്ക്. അടിപൊളി ഭക്ഷണമാണിത്. അത് കേട്ട കുറുക്കൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം കുറുക്കൻ തലേ ദിവസത്തെ പോലെ സിംഹത്തിന്റെ ശബ്ദത്തിൽ സംസാരിച്ചു. എനിക്ക് ഭക്ഷണം വേണ്ട, നീ തന്നെ കഴിച്ചോളൂ മണ്ടൻ മിക്കി. ഇത് ഗബ്ബറിന്റെ ശബ്ദമാണല്ലോ. പക്ഷെ അവൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. അവനോട് നേരിട്ട് തന്നെ പോയി ചോദിക്കാം. മിക്കി ഗബ്ബർ ഇരുന്ന ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. എന്തു പറ്റി? എന്തിനാ നീ എന്നോട് ദേഷ്യപ്പെട്ടെ? നീ എന്താ കഴിക്കാൻ വരാത്തെ? എന്ത്? നീ എന്താണ് ഈ പറയുന്നത്? പറ, നിനക്ക് എന്താ ഇത്ര ദേഷ്യം? ഞാൻ നിന്നെ കഴിക്കാൻ വേണ്ടിയല്ലേ വിളിച്ചത്. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഓഹോ, ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ മേലെയായോ? അതെന്താ? രണ്ടുപേരും പരസ്പരം സംസാരിച്ചപ്പോഴാണ് നടന്നതെന്താണെന്ന് രണ്ടുപേർക്ക് മനസ്സിലായത്. ഏതോ ഒരുവൻ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ തകർക്കുവാൻ ശ്രമിക്കുകയാണ്. രണ്ടുപേരും ഇക്കാര്യം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരോ പുറത്തുകൂടി നടന്നു പോകുന്ന ശബ്ദം അവർ കേട്ടു. മിക്കി, നീ അത് കേട്ടോ? ഏതോ ഒരാൾ നമ്മൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. ശരി, എന്റെ കൂടെ വരൂ. അവൻ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ദുഷ്ടനായ കുറുക്കൻ അവിടെ നിന്നും ഓടി കുറ്റിച്ചെടികൾക്കുള്ളിൽ ഒളിക്കുന്നത് അവർ കണ്ടു. എടാ, ഇതാ ചീത്ത കുറുക്കനല്ലേ? ഓ, നീയായിരുന്നോ? അപ്പൊ പറയൂ ഗബ്ബർ, നീ ഇവനെ കൊന്നു തിന്നാൻ പോവുകയാണോ അതോ ക്ഷമിക്കാൻ പോവുകയാണോ? ഞാൻ ഇവനെ കൊന്നു തിന്നും. ഇത് കേൾക്ക്, നീ ഒളിച്ചിരിക്കുന്നത് എവിടെയെന്ന് എനിക്കറിയാം. നീ ഇവിടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അവിടേക്ക് വന്ന് നിന്നെ കൊന്നു തിന്നും. അതിനുശേഷം നിന്റെ എല്ലും തോലും ഞാൻ വെവ്വേറെ വലിച്ചെറിയും. എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിങ്ങളോട് വെറുതെ തമാശ കാണിച്ചതാ. ക്ഷമിക്കൂ പ്ലീസ്. മാപ്പോ? ഗബ്ബർ ചേട്ടാ, ഒരു തവണത്തേക്കും ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല. ശരി, നിന്നെ ഇനി ഈ പരിസരത്ത് അങ്ങനെ കണ്ടാൽ ഞാൻ നിന്നെ കൊന്നുകളയുന്നതായിരിക്കും.
ഈ പരിസരത്ത് മാത്രമല്ല ഈ കാട്ടിൽ നിന്ന് തന്നെ ഞാൻ പോവുകയാണ്. എന്നോട് ക്ഷമിക്കൂ. പോ. വളരെ നന്ദി. എന്താടാ നീ ഇവനെ വെറുതെ വിടുവാണോ? അടിച്ചു കൊല്ലണ്ടേ? എന്നാലല്ലേ ഗുഹയിൽ വരാതിരിക്കൂ. ഇപ്പോൾ ഗബ്ബറിനും മിക്കിക്കും ഇടയിൽ ഒരു പ്രശ്നവുമില്ല. രണ്ടുപേരും കാടിനുള്ളിൽ സന്തോഷമായി ജീവിച്ചു. അതിനുശേഷം സൗഹൃദത്തിൽ ഒരിളക്കവും തട്ടിയില്ല. ഈ കൂട്ടുകാരുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായും പറയണം. ഗബ്ബറിന്റെയും മിക്കിയുടെയും കഥ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള രസകരമായ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ശരി കൂട്ടുകാരെ, മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.